ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 14. അച്ഛാ, കേൾക്കരുതാത്തതെന്തോ കേട്ടതുപോലെ വിമലയൊന്ന് ഞെട്ടി. ഇത് പാറു ജനിച്ചപ്പോൾ തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്. അയാൾ ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് ഒന്ന് നെടുവീർപ്പെട്ടു. എന്നിട്ട് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് അച്ഛനൊന്ന് സൂചിപ്പിച്ചു പോലും ഇല്ലല്ലോ. വിതുമ്പിക്കൊണ്ടവൾ നാരായണിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും വിമലയ്ക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ഇതറിയായിരുന്നോ? ചോദിച്ചു കൊണ്ടവർ നാരായണിയെ നോക്കി വിതുമ്പലടക്കി. ഒരു മൂളൽ മാത്രമായിരുന്നു അവരിൽ നിന്നും കിട്ടിയ മറുപടി. ഞാൻ പറയാൻ വന്നത് പൂർത്തിയാക്കിയിട്ടില്ല വിമലേ. കൃഷ്ണൻ കസേരയിലൊന്ന് ഇളകിയിരുന്നുകൊണ്ട് പറഞ്ഞു. ഇനിയും എന്താണച്ചാ? വിമലയ്ക്ക് അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നതുപോലെ തോന്നി. ഇന്നലെ രാത്രി മേൽപ്പത്തൂർ തിരുമേനി എന്നെ മഠത്തിലേക്ക് അത്യാവശ്യമായി വിളിപ്പിച്ചിരുന്നു. അവിടേക്കാണ് ഞാനിന്ന് രാവിലെ പോയത് തന്നെ. കൃഷ്ണൻ തുടർന്നു. നമ്മുടെ പാർവതിക്ക് 19ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ പിന്നീടൊരു മംഗല്യം ആ കുട്ടിയുടെ ജാതകത്തിൽ ഇല്ലെന്നാണ് തിരുമേനി പറയുന്നത്. അയ്യോ, ഇതിപ്പോൾ 19ാമത്തെ വയസ്സാണ് പാറുവിന്. അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ അച്ഛാ? വിമല വീണ്ടും കരയാൻ തുടങ്ങി. വിമലേ, കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. അയാളൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് കൈകൾ തലയിൽ താങ്ങിയിരുന്നു. എന്താ അച്ഛേ? എന്താ എൻ്റെ മോക്ക്? എന്തേലും പ്രശ്നമുണ്ടോ അച്ഛേ? അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അയാളുടെ പാത്തിനരികിലേക്ക് ചെന്നു വീണു. എന്താ കൃഷ്ണേട്ടാ, എന്താ മേൽപ്പത്തൂർ തിരുമേനി പറഞ്ഞേ? എൻ്റെ പാറുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? നാരായണിയും അയാളുടെ അരികിലേക്ക് ഭീതിയോടെ പാഞ്ഞു എന്നു. അത് തിരുമേനി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, പാറുവിൻ്റെ പാപജാതകത്തിന് സമാനമായ ജാതകമുള്ള ഒരാളെ മാത്രമേ അവൾക്ക് വേൾക്കാനായി പറ്റൂ. അങ്ങനെയുള്ള ജാതകം കണ്ടുകിട്ടാൻ പ്രയാസമാണത്രേ. അല്ലെങ്കിൽ വിധവായോഗ ആയിരിക്കും ഫലമെന്ന്. അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ മംഗലശ്ശേരിയിലെ കാരണവരുടെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു. പുറമേ ഗൗരവക്കാരനും കർക്കശനുമായ കൃഷ്ണൻ നായരുടെ മനസ്സും തൻ്റെ കൊച്ചുമകളുടെ ഗതിയോർത്ത് അപ്പോൾ തേങ്ങുകയായിരുന്നു. ഏട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നേ? തറവാട്ടിലെ ആകെയുള്ളൊരു കൊച്ചുമോള. അവൾക്കെന്തേലും പറ്റിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മുടെ പാറുവിനൊന്നുമില്ല. തിരുമേനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും ഏട്ടാ, അല്ലാതെ വരാൻ വഴിയില്ല. നാരായണി എന്തൊക്കെയോ പരസ്പരമെല്ലമില്ലാത്ത കാര്യങ്ങൾ പുലമ്പുവാനായി തുടങ്ങി. ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിൻ്റെ ഷോക്കിൽ അവർക്ക് മനസ്സ് കൈവിട്ടതുപോലെയാണ് തോന്നിയത്. നാരായണി, മേൽപ്പത്തൂർ തിരുമേനിയുടെ നിഗമനങ്ങൾ ഇതുവരെയും തെറ്റിയിട്ടില്ല. നിന്റെ മോള് തന്നെയല്ലേ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. 40-ന് ശേഷം ഭർതൃയോഗം കാണുന്നില്ല എന്ന് തിരുമേനി തീർത്ത് പറഞ്ഞതല്ലേ? എന്നിട്ടും വിമലമോളുടെ പ്രണയത്തിന് വേണ്ടി നമ്മൾ അതിന് നേരെ കണ്ണടച്ചു. വേണ്ട നാരായണി, ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ ഒരുക്കമല്ല. എനിക്കെൻ്റെ മകളുടെ ജീവിതം നേരെയാക്കാൻ സാധിച്ചില്ല. ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി സമയമുണ്ടല്ലോ. ഞാൻ കണ്ടുപിടിച്ചോളാം. എൻ്റെ കൊച്ചുമോളുടെ പാപജാതകവുമായി പൊരുത്തമുള്ള ഒരു ജാതകക്കാരനെ. മഹാദേവൻ്റെ അനുഗ്രഹമുള്ളവളാണ് എൻ്റെ പാർക്കുട്ടി. അവളെ ആ ഈശ്വരൻ കൈവിടില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അയാൾ വേറൊന്നും സംസാരിച്ചില്ല. പിന്നീട് തൻ്റെ കാൽക്കൽ ഒരു പാവയെപ്പോലെ നിസ്സഹായിയായിരിക്കുന്ന വിമലയെ അയാൾ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ കൊച്ചുമോക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും വിമലേ. അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. മംഗലശ്ശേരി തറവാട്ടിലെ അനന്താവകാശിയുടെ കാലിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഈ കൃഷ്ണൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അച്ഛനെ വിശ്വസിക്കുമോളെ. നമ്മുടെ പാറുവിനൊരു കുഴപ്പവും വരാൻ ഞാൻ അനുവദിക്കുകയില്ല. വിമലയുടെ കണ്ണുകളിൽ നിന്നും ചാലിട്ടൊഴുകുന്ന കണ്ണുനീരിനെ കൈവെള്ളയാൽ തൂത്തെറിഞ്ഞിട്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. നാരായണിയും വിമലയും മാത്രം കേട്ട വാർത്തയുടെ ആഘാതത്തിൽ നിന്നും ഇനിയും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മിക്കുട്ടി,
ഞാൻ ഉണ്ടാക്കട്ടെ ഇന്നത്തെ കറികളൊക്കെ. അടുക്കളയിൽ ലക്ഷ്മിയെ സഹായിക്കുവാനായി പിറകെ ചെന്നതായിരുന്നു പാർവതി. എൻ്റെ കുട്ടി, നീ അവിടെ എങ്ങാനും പോയിരിക്കെ, ഞാൻ ഉണ്ടാക്കിക്കോളാം. വെറുതെ കൈ പൊള്ളിക്കാതെ മാറി എന്നേ അങ്ങോട്ട്. വിമല എന്തൊക്കെ പറഞ്ഞുവെങ്കിലും പാറു അല്പം പോലും അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. എൻ്റെ പാർക്കുട്ടി, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, കൈ മുറിയും പെണ്ണേ. സാമ്പാറിന് വേണ്ടി കഷ്ണങ്ങൾ മുറിക്കുന്നവളെ മാറ്റി നിർത്തുവാനായി ലക്ഷ്മി ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൾ അതെല്ലാം കളിയായി തന്നെ എടുത്തു. എൻ്റെ ലക്ഷ്മിക്കുട്ടി, ഇങ്ങനെ പേടിച്ചാലോ? അതേ, ലക്ഷ്മി അമ്മയുടെ വിമലക്കുട്ടി എന്നെ ഒരുവിധം പാചകമൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ അത്യാവശ്യത്തിന് ഞാൻ കുക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കൈ മുറിയുമെന്നോ പൊള്ളുമെന്നോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അവരോട് അത്രയും പറഞ്ഞിട്ട് അവൾ വീണ്ടും നിർത്തിവെച്ച പണിയിലേക്ക് കടന്നു. ലക്ഷ്മി നോക്കി കാണുകയായിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും. കൗമാരക്കാരിയായ ഒരു കുട്ടിക്ക് ഇത്രയും അനായാസം അടുക്കള പണികൾ ചെയ്യാനാവുമോ എന്നവർ അത്ഭുതപ്പെട്ടു. പച്ചക്കറി മുറിക്കുന്നതിൽ തുടങ്ങി അത് കഴുകുന്നതും വേവിക്കുന്നതും ഒക്കെ ഒട്ടൊരു ചടുലമായ താളബോധത്തോടു കൂടിയാണ് പാർവതി ചെയ്തുകൊണ്ടിരുന്നത്. ലക്ഷ്മി നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് അവൾ സാമ്പാറിനുള്ളത് നുറുക്കി പരിപ്പും കൂട്ടി കുക്കറിൽ വേവിക്കാൻ വെച്ചു കഴിഞ്ഞിരുന്നു. ആ സമയം കൊണ്ട് തോരന് വേണ്ടിയുള്ള ക്യാബേജ് അവൾ അരിഞ്ഞുകൂട്ടി വേവിക്കുവാനായി ചീനിച്ചട്ടിയിൽ അടുപ്പിലേക്ക് വെച്ചു. സാമ്പാറിൻ്റെ സ്വാദൂർന്ന ഗന്ധം അടുക്കളയാകെ പരന്നു. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഒരഭ്യാസിയെപ്പോലെ സാമ്പാറും തോരനും ഉണ്ടാക്കിയവൾ. അതോടൊപ്പം തന്നെ നേരത്തെ വെട്ടിവെച്ച പച്ചമീൻ വറുത്തെടുത്തു. ശേഷം പപ്പടം കാച്ചി ഒരു പ്ലാസ്റ്റിക് ടിന്നിലേക്ക് ഇട്ടുവെച്ചു. ലക്ഷ്മി അവളുടെ വേഗത്തിലുള്ള പണികൾ കൈകെട്ടി നോക്കി നിന്നതേയുള്ളൂ. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവൾ അതെല്ലാം ചെയ്തു തീർത്തു വെച്ചത്. എൻ്റെ പൊന്നു മോളെ, നീ ശരിക്കും ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ലക്ഷ്മിക്ക് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഓരോ മിനിറ്റുകളും അവൾ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ലക്ഷ്മിക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു. ലക്ഷ്മി അമ്മ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഞാൻ പണ്ടേ പൊളിയാണ്. മെഷീൻ പോലെ അടുക്കള വേഗത്തിൽ ഒതുക്കി അവർ ഹാളിലേക്ക് വന്നിരുന്നു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? TV കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയെ അവൾ തോണ്ടി വിളിച്ചു. നീ ചോദിക്കു പാറു. അവർ TV സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ഉത്തരം നൽകി. നിങ്ങളുടെ നല്ലവനായ പുത്രൻ ആ മുറിയിൽ കയറി എന്തിനാ ഇങ്ങനെ അടയിരിക്കുന്നേ? വല്ലപ്പോഴെങ്കിലും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൂടെ? ഇതൊരുമാതിരി മുട്ടയിടാൻ കോഴികൾ പൊരുന്നിയിരിക്കുന്ന പോലെ. ചിരിച്ചുകൊണ്ട് തലചെരിച്ച് നോക്കിയതും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭദ്രനെയാണ് അവൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു. സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അടുത്ത പാട്ടുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇന്ന് ഇതിൻ്റെ ബാക്കി ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ വൈകിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പാട്ട് കൂടെ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം എന്നുള്ള വിശ്വാസത്തോടെ ബൈ ബൈ.